ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇന്ന് നമുക്ക് മുരിങ്ങയിലയും മുട്ടയും കൂടെ ഒരു തോരൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ മുരിങ്ങയില നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ മുരിങ്ങയിലൊന്നും എടുത്തില്ല. അതുകൊണ്ട് ഈ മാസം മഴയൊക്കെ പെയ്ത് നന്നായിട്ട് തളർത്ത് നല്ല നിറച്ച് മുരിങ്ങയിലയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കത് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇലയൊക്കെ ഒന്ന് അടർത്തിയെടുത്ത് നമുക്കതൊന്ന് തോരനുണ്ടാക്കണം. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ മുരിങ്ങയിലയൊക്കെ ഉണ്ടോ? അപ്പോൾ നിങ്ങൾ മുരിങ്ങയില വെച്ച് എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് മുരിങ്ങയിലേക്ക് ഒടിച്ചെടുക്കാം. ഇത് കണ്ടോ, ഒരുപാട് പൊക്കമൊന്നുമില്ല എൻ്റെ മുരിങ്ങയ്ക്ക്. ഇതിൻ്റെ മണ്ട ഒടിച്ചൊടിച്ച് വിടുന്നത് കാരണം ഒരുപാട് അങ്ങ് പൊങ്ങിപ്പോകുന്നില്ല. നന്നായിട്ട് ഒരുപാട് മുറ്റാത്ത ഇലയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനതെല്ലാം ഒടിച്ചെടുത്തിട്ടൊന്ന് കുടഞ്ഞ് അതിൽ പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊയ്ക്കോളും. പിന്നെ തിരിച്ചു മറിച്ചുമൊക്കെ നോക്കിയിട്ടേ എടുക്കാവുള്ളൂ. പുഴുവൊക്കെ ഉണ്ടോ? നമ്മൾ മുരിങ്ങയില കഴുകാറില്ലല്ലോ. ഇനി ഇതിങ്ങനെ ഇറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ആ തണ്ട് ശകലം പോലും നമ്മുടെ ഇതിനകത്ത് വീഴരുത്. എന്താണെന്ന് വെച്ചാൽ ചിലർക്കത് വയറ്റിൽ പിടിക്കത്തില്ല, വയറ്റിൽ ചിലപ്പോൾ വയറിളകുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ആ തണ്ടെല്ലാം ഇറുത്ത് മാറ്റിയതിന് ശേഷം ഇല മാത്രം എടുക്കണം തോരൻ വയ്ക്കാനായിട്ട്. ഉണ്ടോ? ഇതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്, ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ നല്ലതാണ്. അതുപോലെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ മുരിങ്ങയില നല്ലതാണ്. ഇതുപോലെ അങ്ങ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞും കൂടെ എടുക്കുന്നുണ്ട്. അതുപോലെ അണുബാധകളെയൊക്കെ തടയാനൊക്കെ ഈ മുരിങ്ങയിലയ്ക്ക് കഴിയും. പിന്നെ നമ്മുടെ കാലയിലൊക്കെ നീരൊക്കെ വരുമ്പോൾ നമ്മൾ അരച്ചിടാറുണ്ടല്ലോ ഈ മുരിങ്ങയില. ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, കാന്താരിമുളക്, ജീരകം, വെളുത്തുള്ളി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കറക്കി എടുത്ത് കൊണ്ടുവന്നാൽ മതി. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് അരയുമൊന്നും വേണ്ട. തോരത്തിനൊക്കെ നമ്മൾ സാധാരണ അരയ്ക്കും പോലെ തന്നെ ഒന്ന് ചതച്ച് കൊണ്ടുവരണം. അതുപോലെ ചതച്ചെടുക്കാം. ഇത് നമ്മുടെ സന്ധിവാതത്തിനൊക്കെ നല്ലതാണ് ഈ മുരിങ്ങയില കഴിക്കുന്നത്. അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ മുരിങ്ങയില കഴിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ മുട്ടയും കൂടി ഇട്ടാണ് ഈ തോരൻ വയ്ക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വയ്ക്കാം. ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കി കൊടുത്തു. ഇനി ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇത് ഇച്ചിരി ചൂടാകാനായിട്ട് ഇത്തിരി താമസം എടുക്കും. ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് ഇത്തിരി താമസം എടുക്കും. ഇപ്പം ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുകിട്ടു, വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മുരിങ്ങയിലയില്ലേ, ആ മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് കൊടുത്തു. മുരിങ്ങയില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഇലക്കറികളിലൊക്കെ ഉപ്പ് കുറച്ചിടണം. കാരണം നമ്മൾ കാണുമ്പോൾ ഒരുപാടുണ്ട്. ഇത് പിന്നെ അങ്ങ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതങ്ങ് താന്നു പോകും. അപ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ ചിലപ്പോൾ കൂടിപ്പോകും. അതുകൊണ്ട് കുറച്ച് ഉപ്പേ ഇടാവുള്ളൂ. വേണമെങ്കിൽ പിന്നീട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഞാനൊരു മൂടിയൊക്കെ വെച്ച് അടച്ച് വെച്ചായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ശേഷം മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മുരിങ്ങയിലയൊക്കെ വെന്ത് നല്ല പാകമായിരിപ്പുണ്ട് കണ്ടോ. ഇനി നമുക്ക് ആ മുരിങ്ങയില ഇങ്ങനെ സൈഡിലേക്ക് നീക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഒരു ശകലം വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയെ, അതൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ആ മുട്ടയില്ലേ, മുട്ടയും കൂടെ ഒന്ന് ഉടച്ചൊഴിച്ച് കൊടുക്കണം. മുട്ട ഒഴിച്ച് കൊടുക്കാം. മുട്ട ഒഴിച്ച് കൊടുത്തു. ഇനി ആ ബാക്കി 2 മുട്ടയും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് അരപ്പിട്ടതിന് ശേഷം മുട്ട ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഇപ്പം അരപ്പിടാതെ തന്നെ മുട്ട ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം നമുക്ക് അരപ്പിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ മുട്ടയെല്ലാം ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം കണ്ടോ. ഇതുപോലെ ഒന്ന് ഉടഞ്ഞ് നല്ലതായിട്ട് വരണം. വന്നതിന് ശേഷം നമുക്ക് ഒന്ന് ഇത് മുരിങ്ങയില കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ചട്ടുകം വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തി ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ. അതെല്ലാം അങ്ങ് മാറിക്കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് അരപ്പ് ഒന്ന് വെന്ത് വരട്ടെ. ഞാൻ അടച്ച് വയ്ക്കുന്നില്ല അരപ്പിട്ടതിന് ശേഷം. നമ്മുടെ ഈ ചട്ടിക്ക് നല്ല ചൂടാണ്, അതുകൊണ്ട് ഇനി അടയ്ക്കുന്നില്ല. ഇതുപോലെ നന്നായിട്ട് കുത്തി ഇളക്കിയെടുക്കണം. ദിവസവും ഭക്ഷണത്തിൽ മുരിങ്ങയില ഉൾപ്പെടുത്തിയാൽ അത്രയും നല്ലതാണെന്നാണ് പറയുന്നത്. ഞാൻ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് നല്ല
മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയിലയും മുട്ടയും കൂടെയുള്ള തോരൻ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് മുരിങ്ങയിലയിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വിശപ്പൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ നല്ലതാണ് ഈ മുരിങ്ങയില തോരൻ കേട്ടോ. ഇവിടെ ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.